ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു പക്ഷേ വെളിയിലുള്ള ഒരാൾക്കോ ഇങ്ങനൊരു സബ്ജക്റ്റ് സംസാരിക്കണോ എന്നുള്ളൊരു തോന്നൽ വന്നേക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധ തുടങ്ങിയതിന് ശേഷം ഒരു ഓവറോൾ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും അധികം നമുക്ക് അഡ്രസ്സ് ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് വീട്ടമ്മമാരുടെ സ്ട്രെസ്സ്. ഒരു പക്ഷേ വെളിയിലുള്ള ജോലി ചെയ്യുന്ന ഒരാൾക്ക് തോന്നുമ്പോൾ വീട്ടമ്മമാർക്ക് എന്തോ ഇത്രയധികം സ്ട്രെസ്സ് അല്ലേ? പക്ഷേ എന്നാൽ സാധാരണ ഒരാളെക്കാട്ടിൽ കൂടുതൽ എത്രയോ ശതമാനം റേസ് ചെയ്തിട്ടാണ് ഒരു വീട്ടമ്മയുടെ സ്ട്രെസ്സ് നിൽക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ഏറ്റവും അധികം കൺസിഡർ ചെയ്യേണ്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു വിഷയവും കൂടെയാണിത്. വീട്ടമ്മമാർക്ക് പ്രധാനമായിട്ടും ഇവർക്ക് സ്ട്രെസ്സ് വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ശ്രീജി? നമുക്കൊന്ന് അത് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നതും ഈ വീട്ടമ്മമാരുടെ സ്ട്രെസ്സിനെ പറ്റിയാണ്. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് റെക്കഗ്നിഷൻ എന്നുള്ളതാണ്. കാരണം ഇത്രയധികം ഇവർ ചെയ്യുന്നുണ്ട്. കാരണം 24/7 ആണ് ഇവരുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ. ഈവൻ ബെഡിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ നെക്സ്റ്റ് ഡേ ഞാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്, എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണം എന്നൊരു രീതിയിലാണ് ഇവർ പോവുക. പക്ഷെ ഇതിനുള്ള ഒരു റെക്കഗ്നിഷൻ ആരുടെ ഭാഗത്തുനിന്ന് മോസ്റ്റ് ഓഫ് ഫാമിലീസിലും അങ്ങനെയാണ്, അവർക്ക് കിട്ടുന്നില്ല. എന്താ ചെയ്യുന്നത്, നിനക്ക് എന്താ ജോലി എന്നൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. അതെ, ഇവിടെ ശ്രീജി എനിക്ക് അത്യാവശ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം, തൻ്റെ വീട്ടിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു വീട്ടിലേക്കാണ് ആദ്യം പറിച്ച് നടുവാണ് അല്ലേ? കല്യാണം കഴിയുന്നതിന് മുമ്പ് വരെ വേറൊരു എൻറ്റയർലി ഡിഫറെൻ്റ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമുക്ക് നമ്മൾ ആ ഒരു മിസ് ചെയ്ത ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ്. അപ്പം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വേറെ എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് ഡീറൂട്ട് ചെയ്യുന്ന അല്ലെ, ആ റൂട്ട് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ, അവിടെ നിന്ന് ഒന്നേന്ന് ആ ഒരു വീട് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ആ ഒരു പ്രയത്നം അല്ലെ, ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഫസ്റ്റ് വൺ ലാക്ക് ഓഫ് റെക്കഗ്നിഷൻ. ഒരു പക്ഷേ ആ വീട്ടമ്മ തൻ്റെ ജോലി ഉപേക്ഷിച്ചത്, പഠിത്തം ഉപേക്ഷിച്ചത് എല്ലാം ആ ഫാമിലിക്ക് വേണ്ടി ആയിരിക്കണം, ഹസ്ബൻഡിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അമ്മായിയപ്പനും വേണ്ടി അല്ലെ. ഈ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ആ ഒരു മുഴുവൻ ലൈഫ് അവിടെ സാക്രിഫൈസ് ചെയ്തിട്ടും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല. അതാണ് ഇവരുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഏകദേശം നിൽക്കുന്ന ഒരെണ്ണമാണ് എന്താണ്, ഇവർക്ക് ലിമിറ്റഡ് ആക്സസ് ടു ഫിനാൻഷ്യൽ. കാരണം ഫിനാൻഷ്യലി ഇവര് എന്താണ്, എനിക്ക് ഒരു ഏർണിങ്സും ഇല്ല, അല്ലെങ്കിൽ ഹസ്ബൻഡ്, ഇപ്പോൾ ചില ഹസ്ബൻഡ്സ് പറയാറുണ്ട് ഓക്കെ ഞാൻ അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവിടെ അവർക്ക് എന്ത് പറ്റുന്നു, ഒരു ഗിൽറ്റ് ഫീലിംഗ് വരുന്നു. ഞാൻ ഇത് ചെയ്തതല്ലല്ലോ, ഞാൻ ഏൺ ചെയ്ത മണി അല്ലല്ലോ, അവിടെ ഞാൻ ഇത്രയും ചെയ്താലോ. അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഒരു കേസ് കഴിഞ്ഞ ആഴ്ച നമുക്ക് വന്നതാണ്. വേറെ ഒന്നുമല്ല, 5000 രൂപ എല്ലാ മാസവും ഈ വീട്ടു ചെലവിന് വേണ്ടിയിട്ടും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ 5000 രൂപ കൊടുക്കും. അപ്പൊ ഈ 5000 രൂപയിൽ അങ്ങാണ്ടാണ് ആളൊരു കൊച്ചു ചിട്ടി എന്തോ വെച്ചു, എന്തോ ഒരു കുഞ്ഞിക്കാര്യത്തിന് ആളുടെ വീട്ടിലെ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ചിട്ടി വെച്ചു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചെറിയതായിട്ട് എവിടെയോ ഒന്ന് കുറഞ്ഞു. അപ്പം സാധനം വാങ്ങാനായിട്ട് പിന്നെയും ഹസ്ബൻഡിനോട് പൈസ ചോദിച്ചു. എനിക്കാണെങ്കിൽ 1000 രൂപയും കൂടെ തരാമെന്ന്. ഞാൻ തന്നതല്ല 5000, നീ അത് എന്തിനൊക്കെയാ ചെലവാക്കിയത്? ഈ ഒരൊറ്റ ചോദ്യമാണ് ഇവര് ട്രിഗർ ആവും. അപ്പൊ അവിടെ ഒരു അവർക്ക് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ ഇത്രയധികം ഈ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു ഇതും, അതേപോഴൊപ്പം തന്നെ ഇനി ഇത് എന്തെങ്കിലും ചെലവാക്കിയാൽ അവിടെ ഒരു പ്രശ്നമാവോ എന്നുള്ളൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവുന്നത് ഈ ഒരു ഇതെന്നാണ്. നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഈ ഫാമിലിക്ക് വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ വരുന്നത് ഓരോ വീട്ടമ്മയും ഒരു വേർത്തില്ല അല്ലേ, സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു കാര്യം. അത് നമുക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് കൊടുക്കുക, നമുക്ക് തന്നെ ഒരു എന്താ പറയുന്നത്, നമുക്ക് തന്നെ വില കൊടുക്കുന്ന കുറേ അധികം ഏരിയാസ് ഉണ്ട്. അത് ഈ ഇല്ലാതായി പോകുന്ന പലപ്പോഴും വീട്ടിലുള്ള ആൾക്കാർ പോയിന്റ് ചെയ്ത് സംസാരിക്കുമ്പോഴും അതിനോടൊപ്പം തന്നെ ഇതേപോലത്തെ പല കാരണങ്ങൾ വരുമ്പോൾ, ഹസ്ബൻഡ്സ് ആണെങ്കിൽ വെളിയിൽ ജോലി ചെയ്യാൻ പോകുന്നതിരിക്കട്ടെ, തിരിച്ചു വന്നു കഴിയുമ്പോൾ ഹസ്ബൻഡ്സിനോട് പറയും നിങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ റെസ്പോൺസിബിലിറ്റി, കുഞ്ഞുങ്ങളെ നോക്കുന്നത്. ഡെഫിനറ്റ്ലി അച്ഛനും അമ്മയും ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണം. അപ്പം അവർ ചോദിക്കുന്ന ചോദ്യമാണ് ശ്രീജി, നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ, നിനക്ക് വീട്ടിൽ വേറെ പണിയൊന്നുമില്ല, നിനക്ക് കുഞ്ഞുങ്ങളെ നോക്കിക്കൂടെ? അതെ, കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞത് രാവിലെ മുതൽ, അല്ലെങ്കിൽ ഉറക്കം എഴുന്നേക്കുന്ന ചെറിയ കുട്ടിയാണ്, സോ നല്ല ഗ്രാജുവേറ്റ് മീൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടിയാണ്. അപ്പൊ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ വീട്ടമ്മയായിട്ട് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞത് എന്താ വെച്ചാൽ, രാവിലെ മുതൽ എഴുന്നേക്കുന്ന മുതൽ ഞാൻ കുഞ്ഞിന്റെ കാര്യം എല്ലാം നോക്കുന്നുണ്ട്, പക്ഷെ എങ്ങാനും ഹസ്ബൻഡ് വന്നതിന് ശേഷമാണ് എനിക്കൊന്ന് കുഞ്ഞിനെ കൈമാറിയിട്ട് എനിക്കൊന്ന് എൻ്റെ ഒരു മീ ടൈം അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സമയം ഉണ്ടാവും. പക്ഷെ ഹസ്ബൻഡ് നേരെ വിചാരിക്കുന്നത്, നീ ഇത്ര നേരം ഇവിടെ ചുമ്മാതിരിക്കുകയല്ലായിരുന്നോ, ഞാൻ ഈ വർക്കും കഴിഞ്ഞിട്ട് വരുന്നില്ല, ഇനി ഞാൻ അതിന് നോക്കണം, എനിക്ക് എന്തെങ്കിലും റിലാക്സേഷൻ മൊബൈലായിട്ട് ഇരിക്കുന്നു, അങ്ങനെ ഒരു ഇത് വരുന്നു. അപ്പൊ ഇവർ വീണ്ടും എന്താണ്, അത്രത്തോളം സ്ട്രെസ് ഇവർ അനുഭവിക്കുകയാണ്. പക്ഷെ അത്
പലരും അല്ല, മീൻസ് മിക്ക ഫാമിലിയിലും മനസ്സിലാക്കുന്നില്ല, പക്ഷെ മനസ്സിലാക്കുന്നവരും ഉണ്ട്. അല്ല, പക്ഷെ നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് അപ്പൊ എപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് വീട്ടമ്മമാരാണ് ഏറ്റവും അധികം പഴയ കാര്യങ്ങൾ എടുത്ത് പറയുകയും പല പല കാര്യങ്ങൾ എടുത്ത് പറയുകയും ചെയ്തിട്ട് വഴക്കിടുന്നതെന്ന് പറയും. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിരം പല്ലവിയാണ്. അപ്പൊ ഹസ്ബൻഡ്സ് പറയുന്നത് എന്തെങ്കിലും ഒന്ന് പറയും, ഞാൻ എല്ലാം ജോലിയും കഴിഞ്ഞ് എനിക്ക് ഇച്ചിരി സമാധാനത്തിൽ വന്ന് ഞാനൊന്ന് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അപ്പൊ തുടങ്ങും പല പല കാര്യങ്ങൾ. പക്ഷെ എന്തിന്? റൂട്ട് കോസ് എന്തെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, അല്ലേ, കുറച്ച് സമയം നിങ്ങളുടെ അടുത്ത് അവർക്ക് അന്ന് തൊട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഒരു കാര്യങ്ങൾ പറയാൻ. ചിലപ്പോൾ അത് ഈ പറയുന്ന പോലെ അടുക്കളയിലെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഗോസിപ്പ് ആയിരിക്കാം, ഉച്ച കാര്യമായിരിക്കും. പക്ഷെ അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് വലിയ എത്രയോ ഗിഫ്റ്റുകൾ മേടിച്ചു കൊടുക്കുന്നതിലും എത്രയോ വലുതാണ് ആ ഒരു ഹഗ്ഗും നിങ്ങൾ കൊടുക്കുന്ന ക്വാളിറ്റി ടൈം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സമയം, അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഇപ്പം ഈവൻ എന്താണ് സ്റ്റഡി ടൈം. ഓക്കെ, ഞാൻ വന്നതിന് ശേഷം കുറച്ച് സമയം ഞാനൊന്ന് കുട്ടികളുടെ സ്റ്റഡി ഞാനൊന്ന് നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു മീൻസ് ഒരുപാട് അധികം ചെയ്തില്ലെങ്കിലും ആ ഒരു പറയുന്ന വാക്ക് തന്നെ അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. കാരണം ഇവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവർ ഐസൊലേറ്റഡ് ആണ്. ബാക്കി ഇപ്പൊ കുട്ടികളും ഹസ്ബൻഡ്സും ഒക്കെ ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു ലോകം മാത്രമാണ്. ഇവർക്ക് ഒരു സോഷ്യലൈസേഷൻ ഉണ്ടാവുന്നില്ല. അപ്പൊ ഇവരെന്താ കാത്തിരിക്കുന്നത്? ഹസ്ബൻഡ് വരട്ടെ, ഓക്കെ അവിടെ ഓക്കെ എനിക്കൊന്ന് ഷെയർ ചെയ്യാലോ, എനിക്കൊന്ന് സംസാരിക്കാമല്ലോ. ആകെ ഇവരുടെ ഒരു എന്താണ് ഇവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനും പറ്റുന്നത് ആ ഒരു ടൈമിലാണ്. അവിടെയാണ് ഇപ്പോൾ പാർട്ട്ണർ ആയാലും ആരായാലും പറയുന്നത്, ഞാൻ വന്നു കയറിയുള്ളൂ, എനിക്കിനി കുറച്ച് സമയം എനിക്ക് ഒരു റിലാക്സേഷൻ വേണം എന്ന് പറയുമ്പോൾ ഇവർക്ക് അവിടെ എന്ത് പറ്റുന്നു? ഓക്കെ, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഇതിന്റെ റൂട്ട് കോസ്. വേറൊരു കാര്യമുണ്ട് ശ്രീജി, തിരിച്ച് ഞാൻ പറയുകയാണ്, ഇപ്പൊ രാവിലെ തൊട്ട് എല്ലാ ജോലിയും കഴിഞ്ഞ് വരുന്ന ഹസ്ബൻഡിനോടും നമ്മളും ചാടിക്കേറി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തരുതുരുതുരാന്നുള്ള അവിടെ പറയേണ്ടത് പാരന്റ്സ് ഇൻലോസിന്റെ ഇത് നമുക്ക് എപ്പോഴും ഞങ്ങൾ ഈ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കേസുകൾ വരുന്നതിന്റെ ഒരു സമ്മറി ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ ഇൻലോസുമായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ വേറെ മെമ്പേഴ്സ് ഉള്ള ഒരാളാന്നിരിക്കട്ടെ, ഇപ്പൊ ന്യൂക്ലിയർ ഫാമിലി അല്ല, അവരുള്ള ഒരാളാണെങ്കിൽ ഹസ്ബൻഡ് ഇതേപോലെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ നേരം രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ വിമ്പി നിൽക്കുന്ന വൈഫ് ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം ചിലപ്പോൾ പറയുന്നത് അന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നടന്ന അമ്മായിയമ്മയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോയുടെ കാര്യങ്ങളോ. അപ്പൊ ഹസ്ബൻഡ് എന്താ, ദൈവമേ വന്നു തുടങ്ങിയ സ്വസ്ഥതക്കേട്, മനസ്സിലായോ? അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം ഒരു ജോലി കഴിഞ്ഞ് വന്നതാണ്. നമുക്ക് നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് നല്ല കാര്യങ്ങൾ സംസാരിച്ചിട്ടാകാം, അല്ലേ? ഉറപ്പായിട്ടും അവരുടെ ഒരു എന്താണ് അവരുടെ വർക്കിംഗ് പ്രഷർ എത്രയാണെന്ന് നമുക്കറിയില്ല, കാരണം അവരാണ് അത് അവിടെ ഫേസ് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഹസ്ബൻഡ് വിചാരിക്കാൻ, ഓക്കെ പുള്ളിക്കാരി ഇത്രയും സമയം ഇവിടെ എല്ലാത്തിനും വേണ്ടി സ്പെൻഡ് ചെയ്താണ്, ഇനി നമുക്ക് കുറച്ച് സമയം, അതായത് നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു സമയം, പിന്നെ ഫാമിലി കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ള നമ്മൾ എന്നുള്ള ഒരു ടൈം, അതിന്റെ കൂടെ ഇവർക്കൊരു മീ ടൈമും വേണം എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു മീ ടൈം അവരുടേതായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാണാൻ എന്തെങ്കിലും ഒരു ടൈം ഉണ്ടാവണം എന്ന് ഹസ്ബൻഡ് വിചാരിക്കണം. അതേപോലെ തന്നെ വൈഫ് ചിന്തിക്കേണ്ടത്, ഓക്കെ ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് വരികയാണ്, അവിടെ നമുക്ക് കുറച്ച് പുള്ളി ഒന്ന് റിലാക്സ് ആയതിനു ശേഷം നമുക്ക് അതിനുള്ള ഒരു ടൈം സെറ്റ് ചെയ്യാം എന്ന് പുള്ളി വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പലയിടത്തും ഉണ്ടാവാം. തീർച്ചയായിട്ടും. പിന്നെ കഴിയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾ കൊണ്ടിരിക്കുമ്പം രണ്ട് കൂട്ടരുടെയും ഹസ്ബൻഡിന്റെ ഓവറായിട്ടുള്ള വർക്ക് പ്രഷറോ വൈഫിന്റെ ഇപ്പുറത്ത് അമ്മായിയമ്മയുടെ ഇങ്ങനത്തെ പല പല കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞി ലോകമില്ലേ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10 or 15 minutes തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ റൂമിലേക്ക് കയറി കഴിയുമ്പോൾ പല ഹസ്ബൻഡ്സും ദേ ഡ്രൈവ് ഇൻ ടു എന്താ പറയുക, അവർക്ക് അവരുടെ ഒരു സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്ന ഒരു കാര്യം കിട്ടുന്നത് ഈ സെക്ഷൽ ആക്ടിവിറ്റിയിലൂടെയാണ്. അപ്പം ഈ വൈഫ്സിനെ എസ്പെഷ്യലി ഇപ്പം വീട്ടമ്മയാണെങ്കിൽ മനസ്സിലാക്കാതെ പലപ്പോഴും ഇതിലേക്കൊന്ന് ഏർജ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒരുപാട് വരുന്നുണ്ട്. അപ്പം എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ ഇതിന് മാത്രം മതി എന്നുള്ളൊരു ഫീലിംഗും ഇവർക്ക് സ്ട്രോങ് ആവുന്നുണ്ട്. അത് അവിടെ അവരോട് ഒരു എന്താണ് ഒരു 5 minutes അല്ലെങ്കിൽ ഒരു 10 minutes അവരുടെ കേൾക്കാൻ വേണ്ടി മാത്രം ജഡ്ജ് ചെയ്യാതെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജഡ്ജ് ചെയ്യാതെ, ഇപ്പം എല്ലാവർക്കും എവറി വൺ ഹാസ് ദെയർ ഓൺ പെർസ്പെക്റ്റീവ് അല്ലേ, അപ്പൊ അവിടെ അവരെ ജഡ്ജ് ചെയ്യാതെ എന്റേതായ പെർസ്പെക്റ്റീവിൽ കാണാതെ അവരെന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള രീതി ഒന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ ഇവിടെ അവർ മനസ്സിലാക്കുന്ന എന്താ, ഓക്കെ എനിക്ക് ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നുണ്ട്, അപ്പൊ എന്റെ കാര്യം നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രൊഡക്റ്റീവ്ലി അവരെ എൻഗേജ്ഡ് ആക്കാനുള്ള ഒരു മീൻസ് നിങ്ങൾ തന്നെ കണ്ടെത്തണം. അതിപ്പോൾ 1000 രൂപയോ 2000 രൂപയോ 3000 രൂപയുടെ അല്ല, ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദ മണി, പക്ഷെ പ്രൊഡക്റ്റീവായിട്ട് അവർ എൻഗേജ്
എസ്റ്റാബ്ലിഷ്ഡ് ആയി അതിൽ നിന്ന് അവർക്കൊരു വരുമാനം കിട്ടുമ്പോൾ ഇതിൽ ഒരുപാട് ചേഞ്ചസ് വരും അല്ലെ. നമുക്ക് നമ്മളുടെ തന്നെ ഒരു സെൽഫ് വർത്ത്. അപ്പോൾ പല വീട്ടിലും കുഞ്ഞുങ്ങളെ നോക്കണം അല്ലെങ്കിൽ അച്ഛനമ്മമാരെ നോക്കണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ഇവർ വിടാതിരിക്കുന്നത്. പക്ഷെ ഇത് ഇവർക്ക് തന്നെ വിനയായിട്ടാണ് പിന്നീട് മാറുന്നത്. ഇനിയും അഥവാ എന്തെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് തീരെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ഇൻകം അവരുടെ കയ്യിൽ കൊടുക്കുക. അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കാതിരിക്കുക. ആ ഒരു മാന്യത കാണിക്കണം അല്ലേ. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ കയ്യിൽ ആ പൈസ, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. ഓരോ കുഞ്ഞു കാര്യത്തിനും ചോദിക്കേണ്ടി വരുന്ന ഒരാളുടെ ഗതികേട് നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ ആ ഷൂവിൽ കയറി നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഒരു സങ്കടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെയാണ് വേറൊരു മെയിൻ പോയിന്റ് എന്ന സൊസൈറ്റൽ എക്സ്പെക്ടേഷൻ. അതായത് ഫാമിലി ഞാൻ വളരെ നന്നായിട്ടാണ് എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ചുറ്റും അതായത് റിലേറ്റീവ്സ് ഉൾപ്പെടെയുള്ളവർക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻ ലെവലൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് കാരണം ഇവര് ഓടി നടക്കുകയായിരിക്കും. കുട്ടിയുടെ കാര്യം നോക്കണം, അല്ലെങ്കിൽ വീട്ടിലെ കാര്യം നോക്കണം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് അത് ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഇൻലോസിന് അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള ഒരുപാട് കുഞ്ഞു ഇത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഓടി നടക്കുകയാണ്. മനസ്സിലായില്ലേ? അവിടെയൊക്കെയും അവർക്ക് മനസ്സിലാവുന്നത് ഓക്കെ എൻ്റെ കാര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല എന്നുള്ള ഒരു തോട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഇപ്പം ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ്, അതുപോലെ എക്സസീവ് ആയിട്ടുള്ള പ്രഷർ, കുഞ്ഞുനാളിലെ ഉള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ബാഗേജുമായി വരുന്ന ആൾക്കാരുണ്ട്. അതിപ്പോൾ ഒരു വീട്ടമ്മയുടെ സ്ട്രെസ് എന്ന് പറഞ്ഞ് മാത്രം നമ്മളതിനെ ലൈറ്റായി കാണാതെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക റൂട്ട് കോസ് എന്തായിരിക്കാം, ഞാൻ മാത്രമേ ഉള്ളൂ അവൾക്ക് എന്നുള്ളൊരു പ്രതീക്ഷ കൊടുത്താൽ, നിങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു ആ ഒരു വിശ്വാസം അവർക്കുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളെല്ലാം മിനിമൈസ് ചെയ്യാം. തന്നെ എന്തെങ്കിലും ഞാനും വിചാരിച്ചാലും തീരാത്ത രീതിയിലാണ് പുള്ളിക്കാരിയുടെ പ്രഷർ അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ പ്രഷർ എന്ന് തോന്നുന്ന സമയത്ത് അവിടെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ അവരെ ഏറ്റവും കൂടുതൽ നിങ്ങൾ എൻകറേജ് ചെയ്യുക. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അവർക്ക് താങ്ങാവുന്നതിലധികമാണ് അവിടെ പ്രഷർ എന്നുള്ളതും അവിടെ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവരോട് പറയുകയും ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് നിങ്ങൾക്ക് വേണം എന്ന് തോന്നുവാണെങ്കിൽ കോൺടാക്ട് ദ നമ്പർ ബിലോ. ടേക്ക് കെയർ.